അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ വന്ദേ ഭാരതിൽ കയറുന്നത് വിത്ത് മൈ ഫ്രണ്ട്. അപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഐറ്റം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നേരെ വാട്ട് ഈസ് ദിസ്? സാമ്പാർ. ഇത് കണ്ടോ, ഹോട്ട് വാട്ടർ. അയ്യോ, ഹോട്ട് വാട്ടർ ബോയിലർ. കണ്ട സെറ്റപ്പൊക്കെ കണ്ട ഇവരുടെ. ഓ മൈ ഗോഡ്, ബെസ്റ്റ്. വളരെ രസമുണ്ടല്ലോ. നോർമൽ ട്രെയിനെക്കാട്ടിലും എന്ത് രസമല്ലേ ഇവരുടെ. കണ്ട ക്യാമറ കണ്ട. നീ ഇവിടെ കുരുത്തക്കേട് ഒപ്പിച്ച് കഴിഞ്ഞാൽ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ പിടിച്ചോണ്ട് പോകും. പിന്നെ അതുകൊണ്ട് ഇവിടെ 2 ചെയറുണ്ട് നമുക്ക് ഇരിക്കാനായിട്ട്. പിന്നെ ഇവിടെ വിൻഡോ അല്ല, ഡോറ് വെളിയിൽ പോകാനുള്ള. ഇതാണ് ടോയ്ലറ്റിൻ്റെ സംഭവം. ഇതാണ്. ഇതിങ്ങനെ പതുക്കെ ഓപ്പൺ ആവും. ഇത്ര സ്പേസ് കുറച്ച് നീണ്ടു വെച്ചേക്കോ. നെസ്റ്റ് സ്നേക്ക്. എനിക്കാരും വെച്ചവരല്ല, ഞാൻ തന്നെ വെച്ച് കഴിക്കും. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് കാർവാർ വരുന്നത്. ഗോവ ആണ് മെയിൻ. ഇത് കുറച്ച് നല്ല ദൂരമുണ്ട് ഗോവയിലോട്ട്. ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ട്രെയിൻ സേഫായിട്ട് പോകുന്നുണ്ട്. ബൈ 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 ബൈ. ഇതാണ് ഈ കാർവാർ റെയിൽവേ സ്റ്റേഷൻ്റെ താഴത്തെ സീൻസ്. ഞങ്ങളുടെ വണ്ടി എവിടെയോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഈ റൂട്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഐ തിങ്ക് ദിസ് റൂട്ട്. ഞങ്ങളുടെ ട്രോളിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം എത്തിയിട്ടുണ്ട്. ഈ റോഡ് കണ്ടോ? ഈ റോഡിൽ കൂടെ കണ്ടിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും ട്രോളിക്ക് ജീവനുണ്ടെങ്കിൽ മതിയായിരുന്നു. തിരിച്ച് ഇതേപോലെ നാട്ടിൽ പോകണ്ടേ. ഇവിടെ ഉള്ള വെയിൽ കൊണ്ട് ഞാൻ ഒരു പരുവായി. ഇതാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടിയിൽ കയറിയാണ് ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പോകുന്നത്. പറ്റോ? നീ എന്ത് വിചാരിച്ചു? ഈ ബസ്സിലും കൊണ്ട് കയറുന്ന റോസ് ഞങ്ങൾ ഈ ഫ്രണ്ടിൽ ജസ്റ്റ് ഈ ഒരു സീറ്റ് മാത്രമേ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ ഇരിക്കാൻ വേണ്ടി. ഞങ്ങൾ ലഗേജൊക്കെ ഇങ്ങനെ അടുക്കി എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട് എന്തോ ഐഡിയ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. എന്താണ് ഐഡിയ? കാരണം ഇരിക്കണമല്ലോ ഞങ്ങൾക്ക് 2 പേർക്കും. കുറച്ച് ദൂരം ഉണ്ടല്ലോ ട്രാവൽ ചെയ്യാൻ. 45 മിനിറ്റ്. കണ്ടോ, അത് ഞങ്ങളുടെ ടിക്കറ്റ്, ട്രാവലിംഗ് പാസ്. ഞങ്ങളുടെ ഈ ചില്ലറ മാത്രമേ ഉള്ളൂ. എത്ര രൂപ ചോദിച്ചാൽ? 20 രൂപ.
ये नाम लिखा है तुम्हारा आदमी बनाने का 1 2 दोनों का नाम ആക്ച്വലി ഈ അങ്കിൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് ലാംഗ്വേജ് അറിഞ്ഞൂടാ, കന്നഡ എന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിന് ഓൾമോസ്റ്റ് കുറച്ച് ലാംഗ്വേജ് ഒക്കെ അറിയാവുന്നുണ്ട്. ഞങ്ങൾ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഇതുവരെത്തി. ഈ അങ്കിളിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇവിടെ നിന്ന് 45 മിനിറ്റ്സ് ഉണ്ട്. ഹൈഗേയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ 45 മിനിറ്റ്സ് ട്രാവലിംഗ് ഉണ്ട്. ഈ വേസ് ഈ ബസ്സിനകത്ത് നല്ല ചൂടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ നൊന്ത് ഒരുങ്ങി. എൻ്റെ ഇടയിൽ ബ്ലാക്കും കൂടെയാണ് ഇട്ടിരിക്കുന്നത്. ഉള്ള സ്ഥലത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സൂപ്പർ സൂപ്പർ. ഞാൻ ഉള്ളിരിക്കാം. ഞാൻ എൻ്റെ ജാക്കറ്റൊക്കെ ഊരി മാറ്റി. ഭയങ്കര ചൂട്. എടുത്തോ. ഇവള് എൻ്റെ അടുത്ത് ഒരു കാര്യം ഹൈഡ് ചെയ്ത് നമ്മളിവിടെ നേരെ പോകുന്ന സമയം കിട്ടിയില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഈ അങ്കിളുടെ അടുത്ത് സംസാരിക്കണമായിരുന്നു, ഈ ട്രാവൽ പാസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് ഇവളുടെ അടുത്ത് പറയാൻ, ഞാൻ മണ്ണിലിരുന്ന് സ്വസ്ഥമായിട്ട് പറയാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്തോ ഞാൻ എൻ്റെ വീഡിയോ എടുക്കുമ്പോഴാണ് അവളെ സത്യം തിരിച്ചറിഞ്ഞത്. ശരിക്കും എന്താണ് സംഭവം? ശരിക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡാമുണ്ട്. ഓക്കെ. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽസിന് മാത്രമാണ് അവിടേക്കുള്ള എൻട്രി ഉള്ളൂ. ഇങ്ങനെ ടൂറിസം ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഓക്കെ. സോ ആരെന്നെ വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ ആ ഡാമിലോട്ടാണ് പോകുന്നത്. അപ്പം ഈ കാര്യം ഞാൻ ഇപ്പോഴാട്ടോ അറിഞ്ഞത്. സോ ഐ ആം സോ എക്സൈറ്റഡ്. കാരണം ലോക്കൽസിന് മാത്രം പോകാൻ പറ്റുന്ന ഡാമെന്നാണ് ഇവളിപ്പിന്നോട് പറഞ്ഞത്. ഹലോ. അപ്പം ഞാൻ നമ്മുടെ ധീരതയുടെ ആൻറ്റിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി സ്കൂട്ടറിലാണ്, ബൈക്കിലാണ് വന്നത്. അപ്പോൾ അവളും ആൻറ്റിയും കൂടെ ലഗേജൊക്കെ ഉരുട്ടി നടന്നു വരുക. അയ്യോ, ശരിക്കും പറഞ്ഞാൽ വൺ ടയർഡായിപ്പോയി. അപ്പോൾ ഇതാണ് അവരുടെ വീട്. ഇതൊരു കോട്ടേജാണ് കേട്ടോ. പക്ഷെ എൻ്റെ അമ്മ വരുന്ന വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫുള്ള് കാടും പിന്നെ ഇത്തിരി സീനായിട്ടുള്ളൊരു വഴികളൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ഇച്ചിരി ഉറങ്ങിപ്പോയി. കുളിക്കണം, ഫുഡ് കഴിക്കണം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. മൊബൈൽ ചാർജ് കെട്ടണം. അപ്പം അതിന് ശേഷം അങ്ങ് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ബൈ.